അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനു വേണ്ടിയിട്ട് നനമില്ലാത്ത ചതയ്ക്കുന്ന മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ജാറിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ജാറിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ അളവ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. അതിനനുസരിച്ച് വേണം മാവും വെള്ളവും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ മാവിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കുന്നത് പൂരിയുടെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കുന്നതിനും നല്ല പെർഫെക്റ്റ് ആയിട്ട് പൂരി കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. റവ ചേർത്ത് കൊടുക്കുന്നത് പൂരിയുടെ പുറം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ എത്ര സമയം കഴിഞ്ഞാലും പൂരി വീർത്ത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 സെക്കൻഡ് ഒരേ സ്പീഡിലിട്ട് അടിച്ചെടുത്ത് നോക്കുക. വീണ്ടും കുറവാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു 10 സെക്കൻഡും കൂടി ഒരേ സ്പീഡിലിട്ട് അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പൊ ഞാൻ 1/2 കപ്പ് വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന മാവിന് 1/2 കപ്പ് വെള്ളം കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ചൂടുവെള്ളമൊന്നുമില്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ്. ഇനി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ സ്പീഡിലിട്ട് 20 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ മാവ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയുടെ ജാറിന്റെ പകുതി ഭാഗം മാത്രമേ മാവ് എടുക്കാവൂ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുത്തതുപോലെ മാവ് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മാവ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ജാറിൽ നിന്നും ഒട്ടിപ്പിടിക്കാതെ നമ്മൾ മാവ് കൈ കൊണ്ട് കുഴച്ചതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു. മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വെറും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ മാവ് കൈകൊണ്ട് കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ 2 ബാച്ച് ആയിട്ടാണ് ഈ മാവ് അടിച്ചെടുക്കുന്നത്. ഇനി വീണ്ടും ജാറിന്റെ ഉള്ളിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 1 കപ്പ് ഗോതമ്പ് പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റവയും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഒരേ സ്പീഡിലിട്ട് 20 സെക്കൻഡാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ കണ്ടില്ലേ, ജാറിൽ നിന്ന് മാവ് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടും നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുത്തതുപോലെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ, മാവൊന്നും ജാറിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഒട്ടും മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമ്മൾ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത മാവ് ഈ ബൗളിൽ ഇട്ട് കൊടുക്കാം. ഇനി മാവൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടെല്ലാം കൂടിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇപ്പൊ മാവ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് മാവ് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല, ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി, കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി മാവിന്റെ പുറം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടിയും കൂടി വെച്ച് കൊടുക്കാം. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ പച്ചമുളകാണ്, അധികം എരിവില്ലാത്തതാണ്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ഇതെല്ലാം ചെയ്തിട്ടെടുക്കാം.
ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള അങ്ങ് ഒരുപാട് വാടി വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. തീരെ കനം കുറഞ്ഞ് സവാള അരിഞ്ഞെടുക്കരുത്, ചെറിയൊരു കനത്തിൽ അരിഞ്ഞിട്ടെടുക്കുക. ഇതിൽ നമ്മൾ വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല, ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ സവാളയെല്ലാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കടലമാവ് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ കടലമാവിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുത്തതാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. ഈ കടലമാവിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ കടലമാവിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടണം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2ആയിട്ട് മുറിച്ചെടുത്ത് കുക്കറിൽ ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം. ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ കടലപ്പൊടി ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കുറുകാൻ നിൽക്കരുത്. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഈ ഒരു സമയത്തൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ, ഒരു താമസവും ഇല്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാപ്സിക്കം അധികം വേവൊന്നുമില്ല, ആ ചൂടിൽ കിടന്ന് തന്നെ വെന്തോളും. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ മസാല അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഉരുട്ടി ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇപ്പോൾ ബാക്കി ഇരിക്കുന്ന മാവ് മുഴുവനും ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉരുട്ടിയെടുത്ത മാവിന്റെ പുറത്തും കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മാവിന്റെ പുറം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഉരുട്ടിയെടുത്ത മാവെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. മാവ് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചപ്പാത്തി റോളറോ അതുപോലെ തന്നെ ചപ്പാത്തി പ്രസ്സോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഈ മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി പ്ലാസ്റ്റിക് ഷീറ്റിന്റെ നടുഭാഗത്ത് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഉരുട്ടിയെടുത്ത മാവ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മടക്കി ഇതിന്റെ മുകളിൽ സ്റ്റീൽ പാത്രം വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാടങ്ങ് ബലം പ്രയോഗിച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് നല്ല സോഫ്റ്റില് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഷീറ്റ് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ പരത്തി എടുത്തതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഇത് ഈസിയാണല്ലേ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒരുപാടങ്ങ് കനം കുറയാനും പാടില്ല, ഒരുപാട് കനം കൂടാനും പാടില്ല. ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയിരിക്കുന്ന ഉരുളകളെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ എല്ലാ മാവും പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇരുമ്പിന്റെ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എണ്ണയെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെള്ളമാണ്. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നമ്മൾ പരത്തിയെടുത്ത പൂരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് താഴ്ന്ന് പോയിട്ട് മേളിലോട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ താഴെ പോയിട്ട് ഇതുപോലെ മേളിലോട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും അത് താഴോട്ട് പോയിട്ട് മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും. ഈ ഒരു സമയം നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഈ ഒരു സമയം. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. വെള്ളത്തിലേക്ക് നമ്മൾ പരത്തിയെടുത്ത പൂരി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതങ്ങ് പൊങ്ങി വരും. ഈ പൊങ്ങി വരുന്ന സമയത്ത് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് വേവിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഈ ഒരു സമയം പെട്ടെന്ന് ഇല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളത്തിൽ നിന്ന് നമുക്കിത് കോരി മാറ്റാം. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും മുറിഞ്ഞോ ഒന്നും പോയിട്ടില്ല. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഇത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയ ഉടനെ നിരത്തി ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഇലയിലോ നിരത്തി വെക്കാം. അപ്പം നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുള്ള പൂരിയെല്ലാം ഒരു വാഴയിലിൽ നിരത്തി വെച്ചിട്ടുണ്ട്. വാഴയിലിൽ നിരത്തി വെക്കുകയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് അതിൽ നിരത്തി വെക്കുകയോ അല്ലെങ്കിൽ പാത്രത്തിൽ നിരത്തി വെക്കുകയോ ചെയ്യാം. നിരത്തി തന്നെ വെക്കുക. ഇത് മുഴുവനും ഒന്ന് ഡ്രൈ ആയി കിട്ടണം. വെള്ളത്തിൻ്റെ നനവ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഡ്രൈ ആയി കിട്ടും. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവുണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നിരത്തി വെക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ പുറത്ത് ഓരോന്നിൻ്റെ പുറത്തും നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് മുകളിലായിട്ട് അതുപോലെ അടുക്കി എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രം എടുത്ത് തയ്യാറാക്കിയാൽ മതി. ഇരുമ്പിൻ്റെ കടായിലുള്ള വെള്ളം മാറ്റിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ മതിയാവും. ഇനി നമ്മൾ വേവിച്ചെടുത്ത പൂരി മുഴുവനും ഡ്രൈ ആയിട്ട് വേണം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറി വെള്ളത്തിൻ്റെ നനവ് ഒട്ടും വരാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇട്ട് കൊടുത്ത ഉടൻ തന്നെ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ നിറാവട്ടെ. അപ്പം നമ്മൾ ഈ വെള്ളത്തിൽ വേവിച്ചിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിക്കില്ല. രാവിലെ നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് വരെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഉള്ളിൽ നല്ല സോഫ്റ്റ്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ. നമ്മൾ തയ്യാറാക്കിയ മാവ് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് പൂരിയൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങോട്ടും തിരിച്ചിട്ടും എടുത്ത് നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കി ഇരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ വെക്കുക. അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചുവിട്ട് നല്ലൊരു ഗോൾഡൻ നിറം ആവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. എത്ര സമയം കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നമ്മുടെ പൊട്ടറ്റോ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്.
അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ പൂരിയും പൊട്ടറ്റോ മസാലയും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്